ഹലോ, രാവിലെ അച്ഛൻ ചോദിച്ചു ചിക്കൻ വേണമെന്ന്. അപ്പം വീട്ടിൽ വാങ്ങിച്ചും കൊടുത്തിന് വീട്ടിലും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടത്തേക്കും കൂടെ. അപ്പം ചിക്കൻ കഴിയുമ്പോൾ അതിലെ തലയല്ല കഴുത്ത് ഭാഗം മാറ്റി കേട്ടോ, അത് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് വേണ്ടുന്ന സവാളയെല്ലാം ക്ലീനാക്കി അരിഞ്ഞെടുത്ത് കേട്ടോ. എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തപ്പോൾ വെള്ളം പറ്റിയില്ലായിരുന്നു, എല്ലാം കൂടെ പൊട്ടി അങ്ങ് തെറിച്ച് വന്ന് മുഖത്ത് വീണ് കേട്ടോ. പിന്നെ സവാളയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ആ വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് തോരന് വേണ്ടുന്ന എല്ലാം അരിഞ്ഞെടുക്കും. അതെല്ലാം വീട്ടിലുണ്ടായത് കേട്ടോ, നാടൻ ഐറ്റംസ്. കോവയ്ക്കും പയറും വഴുതിനും എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി വരണ്ട് കിട്ടി. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാമേ. അത് നന്നായി ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം കൂടെ പറക്കിയിട്ട് അത് നല്ല ആവിയിൽ കിടന്ന് നന്നായി വെന്ത് ഇത് വരണം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ മസാലയെല്ലാം ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് എരിക്ക് വേണ്ടി മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാമേ. എന്നിട്ട് തോരനും കൂടെ വേവിക്കാൻ വെച്ച് അടുപ്പിലോട്ട് എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങ് അടച്ച് വെച്ച് കേട്ടോ, ഇളക്കി അങ്ങ് അടച്ച് വെച്ച്. അപ്പോഴത്തേക്ക് ചിക്കൻ വെന്ത് കിട്ടി. പിന്നെ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക അങ്ങ് എലിശ്ശേരി ഇളക്കി വെക്കാൻ വെച്ച് കേട്ടോ. അപ്പോൾ ചക്ക നല്ല കഴുകി വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അങ്ങ് കുക്കറിലോട്ട് അങ്ങ് വെച്ച്. അപ്പോഴത്തേക്ക് തോരൻ വെന്ത് കിട്ടി കേട്ടോ. അപ്പം പിന്നെ തോരൻ കുറച്ച് തേങ്ങ കൂടെ ഇട്ട് നന്നായി വാങ്ങി വെച്ച് കേട്ടോ. പിന്നെ ചക്ക വെന്ത് അതിലേക്ക് അരപ്പും ചേർത്ത് നന്നായി ഇളക്കി എടുക്കാം. അപ്പോൾ ഈ കടുക് വറക്കാൻ പരിച്ച് തേങ്ങയും കൊണ്ടിട്ട് കടുക് വറുത്ത അടിപൊളി വേറെ ടേസ്റ്റ് ആയിരിക്കും. ടാറ്റാ ബൈ, സീ യു.